ആസ്പിറൻസ് SCRTയുടെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. SCRTയുടെ ഇമ്പോർട്ടൻസ് PSCയിൽ ഇപ്പം വളരെ വലുതാണ്. LGS എക്സാം ആയാലും അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാം ആയാലും ഓരോ ദിവസവും കുഞ്ഞു കുഞ്ഞു പോർഷൻസ് പഠിച്ചു പോയാൽ ഉറപ്പായിട്ടും SCRT എക്സാമുകൾക്ക് മുമ്പ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ക്ലാസ്സിലോട്ട് കിടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് നിസ്സഹരണ സമരത്തിൻ്റെ ഫലമായി ഇന്ത്യയിലെ ജനങ്ങൾ എങ്ങനെയാണ് ഈ സമരത്തിൽ പ്രതികരിച്ചതെന്നുള്ളതാണ്. ഇന്ന് പറയാൻ പോകുന്നത് ചൗരി ചൗര സംഭവമാണ്. ഫസ്റ്റ് ക്ലാസ്സുകൾ കുറച്ചെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഞാനും ഡെയിലി കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആയിട്ടാണ് SCRT കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകട്ടെ എന്ന് പറഞ്ഞാണ് ക്ലാസ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലോട്ട് കിടക്കാം. ഫസ്റ്റ് ചൗരി ചൗര സംഭവമാണ്. 1922 ഫെബ്രുവരി 5-നാണ് ചൗരി ചൗര സംഭവം നടക്കുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര ഗ്രാമത്തിൽ പോലീസുകാരും സമരക്കാരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്തു, ജനങ്ങൾ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുകയും 22ഓളം പോലീസുകാർ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നിസ്സഹരണ സമരത്തിൽ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, നിസ്സഹരണ സമരം നിർത്തിവെക്കാൻ കാരണമായ സംഭവം എന്തെന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ്? ചൗരി ചൗര സംഭവമാണ്. എന്തുകൊണ്ട് നിസ്സഹരണ സമരം നിർത്തിവെച്ചു ഗാന്ധിജി എന്ന് ചോദിച്ചാൽ അഹിംസാ മാർഗത്തിൽ നിന്നും വ്യതിചലിക്കുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് ഇത് നിർത്തിവെക്കാൻ കാരണം. പിന്നെ ചെറിയൊരു ബോക്സ് ഉണ്ട്, ചിരാല പൊരാല. നിസ്സഹരണ സമരകാലത്ത് ശ്രദ്ധേയമായ ജനകീയ സമരം നടന്നത് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലെ ചെറുനഗരമായിരുന്നു ചിരാല പൊരാല എന്ന് പറയുന്നത്. ഈ നഗരത്തെ മുനിസിപ്പൽ കോർപ്പറേഷനായി ഉയർത്താൻ ഗവൺമെൻറ് നീക്കം തുടങ്ങിയിരുന്നു. ഇത് അവിടുത്തെ നികുതി ഭാരം വൻതോതിൽ വർദ്ധിക്കാൻ ഇടയായിരുന്നു. ഇതിനെതിരെ തുഷിരാല ഗോപാലകൃഷ്ണയുടെ നേതൃത്വത്തിൽ 10,000-ഓളം ജനങ്ങൾ നികുതി നിഷേധ സമരം നടത്തുകയും നഗരം ഒഴിഞ്ഞു പോവുകയും ചെയ്തു. 11 മാസക്കാലം അവർ മറ്റൊരിടത്താണ് താമസിച്ചത്. എന്താണ് അവിടെ നടന്നത്? ചിരാല പൊരാല എന്ന് പറയുന്ന ഗ്രാമത്തിൽ നടന്നത് നികുതി നിഷേധ സമരമായിരുന്നു. ഇപ്പോൾ സാധാരണ ഒരു ഗ്രാമത്തെ കോർപ്പറേഷനായിട്ട് ഉയർത്തുമ്പം അവിടെ അധിക നികുതി കൊടുക്കണം ജനങ്ങൾ. ആരാണ് ഇതിനു വേണ്ടി പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ ദുഗ്ഗിരാല ഗോപാലകൃഷ്ണയാണ്. ദുഗ്ഗിരാല ഗോപാലകൃഷ്ണ. നെക്സ്റ്റ് രൂപീകരണമാണ്. അപ്പം നോക്കാം. നിസ്സഹരണ സമരകാലത്ത് തെരഞ്ഞെടുപ്പുകളും നിയമനിർമ്മാണ സഭകളുമൊക്കെ ബഹിഷ്കരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതിനോട് വിയോജിപ്പുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കളായിരുന്നു CR ദാസും മോത്തിലാൽ നെഹ്റുവും തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച പാർട്ടിയാണ് സ്വരാജ് പാർട്ടി. അപ്പോൾ എന്നാണ് സ്വരാജ് പാർട്ടി? 1923-ലാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. ആരൊക്കെയാണ്? CR ദാസും മോത്തിലാൽ നെഹ്റുവും കൂടി ചേർന്നിട്ടാണ് രൂപീകരിക്കുന്നത്. എന്തായിരുന്നു അവർക്ക് ഇതിനോട് നിസ്സഹരണ സമരത്തോട് വിയോജിപ്പ് തോന്നാൻ കാരണം? നിസ്സഹരണ സമരകാലത്ത് തിരഞ്ഞെടുപ്പുകളിലും പങ്കെടുത്തിരുന്നില്ല, അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളും ഇവർ ബഹിഷ്കരിച്ചിരുന്നു. ഇതൊക്കെയാണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ കാരണമായതെന്ന് പറയുന്നുണ്ട്. അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നിയമനിർമ്മാണ സഭകളിൽ അംഗത്വം നേടിക്കൊണ്ട് സർക്കാരിനെ വിമർശിക്കുകയാണ് ചെയ്തത്. നിയമനിർമ്മാണ സഭകളിൽ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നു കാണിക്കുകയും സ്വരാജ് പാർട്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് തുടർന്ന ജനകീയ സമരങ്ങളാണ്. പിൻവലിക്കുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള വർഷങ്ങളിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷ് വിരുദ്ധ സമരങ്ങൾ അരങ്ങേറിയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് അതിനൊരു ഉദാഹരണമാണ് ആന്ധ്രയിലെ ഗോത്രവർഗ ജനതയുടെ സമരം. അല്ലൂരി സീതാരാമരാജുവിൻ്റെ നേതൃത്വത്തിലായിരുന്നു റാംബ ലഹള നടന്നത്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റാംബ ലഹള. ആരാണ്? അല്ലൂരി സീതാരാമ രാജുവിൻ്റെ നേതൃത്വത്തിലാണ് എന്ത് നടന്നത്? ഈ റാംബ ലഹള നടന്നത്. എവിടെയാണ്? ആന്ധ്രയിലെ ഗോത്രവർഗ വിഭാഗമായിരുന്നു ഇവർ. എന്തായിരുന്നു ഈ റാംബ ലഹളയ്ക്ക് കാരണമെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് വന നിയമങ്ങൾ കാരണം വനങ്ങളിൽ കാലിമേയ്ക്കാനുള്ള അവകാശങ്ങൾ തടസ്സപ്പെട്ടതും കൊള്ളപ്പലിശക്കാരുടെ ചൂഷണവുമായിരുന്നു അവരെ ഈ സമരത്തിന് പ്രേരിപ്പിച്ചതെന്ന് പറയുന്നു. അപ്പം വന നിയമങ്ങൾ കൊണ്ടുവന്നപ്പോൾ അവർക്ക് കാട്ടിലോട്ട് പോയി ഇപ്പം കാലികളെ 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ്, അസം റൈഫിൾസ് എന്നീ സൈനിക വിഭാഗങ്ങളെ ഉപയോഗിച്ചാണ് സമരം അവരെ അടിച്ചമർത്തിയത്. അല്ലൂരി സീതാരാമരാജു സമരത്തിനിടയിൽ കൊല്ലപ്പെടുകയുണ്ടായി എന്ന് പറയുന്നു. അപ്പോൾ 2500 ചതുരശ്ര മൈൽ ഭൂമേഖല സമരക്കാരുടെ നിയന്ത്രണത്തിലായിരുന്നു. പക്ഷേങ്കിൽ മലബാർ സ്പെഷ്യൽ പോലീസും അസം റൈഫിൾസിനെയും ഉപയോഗിച്ച് ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? സമരം അടിച്ചമർത്തുകയാണ് ചെയ്തത്. നെക്സ്റ്റ്, വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടതും ഈ ഒരു സമരകാലത്താണെന്ന് പറയുന്നു. പൂർണ്ണ സ്വാതന്ത്ര്യം എന്നതായിരുന്നു ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച ലക്ഷ്യം.
ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച് വിദ്യാർത്ഥിനികളെയും യുവജനങ്ങളെയും അവസരം പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ സൈമൺ കമ്മീഷനാണ്. സൈമൺ ഗോ ബാക്ക്, സൈമൺ തിരിച്ചു പോകുക എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. അപ്പം ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട ഭരണപരിഷ്കാരങ്ങളെപ്പറ്റി നിർദ്ദേശങ്ങൾ നൽകാൻ ബ്രിട്ടീഷ് ഭരണകൂടം നിയമിച്ച കമ്മീഷനാണ് സൈമൺ കമ്മീഷൻ. ആരുടെ നേതൃത്വത്തിൽ? സർ ജോൺ സൈമണിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മീഷനായിരുന്നു ഇത്. കമ്മീഷനിലെ 7 അംഗങ്ങളും ബ്രിട്ടീഷുകാരായിരുന്നു. ഇക്കാരണത്താലാണ് സൈമൺ കമ്മീഷനെ കോൺഗ്രസ്സുകാരും അതുപോലെ ഇന്ത്യക്കാരും ബഹിഷ്കരിക്കാനുണ്ടായ കാരണം. എന്താണ് കാരണമെന്ന് വെച്ചാൽ 7 അംഗങ്ങളും എന്തരായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു. കമ്മീഷൻ ഇന്ത്യയിലെത്തിയ ദിവസം 1928 ഫെബ്രുവരി 3-നാണ്. 1928 ഫെബ്രുവരി 3-നാണ്. അതുപോലെ തന്നെ രാജ്യത്തുടനീളം ഹർത്താൽ ആചരിച്ചു. സൈമൺ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യം ഇന്ത്യൻ തെരുവുകളിൽ മുഴങ്ങി. ലാഹോറിൽ സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിച്ചാർജിൽ പരിക്കേറ്റ ലാലാ ലജ്പത് റായ് മരണപ്പെട്ടു. അപ്പം എന്നാണ് ലാലാ ലജ്പത് റായ് മരണപ്പെട്ടു എന്ന് ചോദിക്കാം. ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ്? സൈമൺ കമ്മീഷനിൽ പ്രതിഷേധിച്ചുണ്ടായ ഹർത്താലിലാണ് സർദാർ. നെക്സ്റ്റ്, ഈ ഒരു ഭാഗത്ത് നിന്നും പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആരാണ് നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയതെന്ന് ചോദിക്കാം. നെഹ്റു റിപ്പോർട്ട് തയ്യാറാക്കിയത് മോത്തിലാൽ നെഹ്റു ആണ്. എന്തുകൊണ്ട് നെഹ്റു റിപ്പോർട്ട് വന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ട കാര്യം. കെട്ടുറപ്പുള്ള ഭരണ പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കാൻ ഇന്ത്യക്കാർക്ക് കഴിയില്ലെന്ന് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പൂനെയിൽ വിവിധ പാർട്ടികൾ യോഗം ചേർന്ന് ഭരണ പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കി. മോത്തിലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിനെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? നെഹ്റു റിപ്പോർട്ട് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പഠിച്ചിരിക്കേണ്ട ഭാഗം ബർദോളിയിലെ കർഷക മുന്നേറ്റമാണ്. 1928 ഗുജറാത്തിലെ ബർദോളിയിൽ വലിയൊരു കർഷക സമരത്തിന് വേദിയായി. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലായിരുന്നു സമരം നടന്നത്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ബർദോളി സമരം നടന്നു എന്നാണ് 1928 അബ്ബാസ് ദിയാബ്ജി, വിദൽഭായ് പട്ടേൽ എന്നിവരും സമരത്തിൽ പങ്കാളികളായി. അപ്പോൾ ബർദോളി സത്യാഗ്രഹം നയിച്ചത് സർദാർ വല്ലഭായ് പട്ടേലും അബ്ബാസ് ദിയാബ്ജിയും വിദൽഭായ് പട്ടേലും സമരത്തിൽ പങ്കാളികളായി എന്നും പറയുന്നു. എന്തായിരുന്നു ഇതിൻ്റെ കാരണം? നികുതി വർധനമായിരുന്നു സമരത്തിൻ്റെ പ്രധാന കാരണം. നികുതി അടയ്ക്കാൻ വിസമ്മതിച്ചുകൊണ്ട് കർഷകർ സമരം ആരംഭിച്ചു. കൃഷിയിടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, വണ്ടികൾ, കാർഷിക ഉപകരണങ്ങൾ എന്നിവ സർക്കാർ പിടിച്ചെടുത്തു. സർദാർ വല്ലഭായ് പട്ടേൽ സമരക്കാരോട് ഇങ്ങനെ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ വണ്ടികളും ഉപകരണങ്ങളും അഴിച്ച് പല ഭാഗങ്ങളാക്കി പല സ്ഥലങ്ങളിൽ സൂക്ഷിക്കുക. ഗാന്ധിജി ബർദോളി സന്ദർശിച്ച് കർഷകർക്ക് ഉറച്ച പിന്തുണ നൽകുകയും അവസാനം ബ്രിട്ടീഷ് സർക്കാർ നികുതി വർധനവ് പിൻവലിക്കുകയുമാണ് ചെയ്തത്. ലാഹോർ സമ്മേളനമാണ് നെക്സ്റ്റ്. 1929 ഡിസംബറിൽ ലാഹോറിൽ നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനമാണ് ലാഹോർ സമ്മേളനം എന്നറിയപ്പെട്ടത്. 1929 ലാഹോർ സമ്മേളനം അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. എന്തായിരുന്നു ലക്ഷ്യം? പൂർണ്ണ സ്വരാജായിരുന്നു ലക്ഷ്യം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലാഹോർ സമ്മേളനം പല കാര്യങ്ങൾ കൊണ്ട് സുപ്രധാനമാണ്. പ്രധാനപ്പെട്ട കാരണങ്ങൾ പറയുന്നുണ്ട്. കോൺഗ്രസ് ആദ്യമായി പൂർണ്ണ സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ട സമ്മേളനമായിരുന്നു ലാഹോർ സമ്മേളനം. ബഹുജന സമരം ആരംഭിക്കാൻ ഗാന്ധിജിയെ ചുമതലപ്പെടുത്തിയ സമ്മേളനമായിരുന്നു. അതുപോലെ തന്നെ ത്രിവർണ്ണ പതാക സ്വീകരിച്ച സമ്മേളനവുമായിരുന്നു ലാഹോർ സമ്മേളനം എന്ന് പറയുന്നത്. സ്വാതന്ത്ര്യത്തിന് മുമ്പ് സ്വാതന്ത്ര്യദിന ആഘോഷം എന്ന് പറയുന്ന ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ലാഹോർ സമ്മേളന പ്രകാരം 1930 ജാനുവരി 26 ഇന്ത്യ മുഴുവൻ സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിച്ചു. അപ്പം കോൺഗ്രസ്സിലെ ലാഹോർ സമ്മേളനത്തിൽ 1930 ജാനുവരി 26 എന്ത് ചെയ്തത്? സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുന്നത്. ഇതിൽ ദേശീയ പതാക ഉയർത്തിയതും ആലപിച്ചതും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി ജനങ്ങൾ. ചർക്കയിൽ നൂൽനെല്ല്, മദ്യനിരോധന പ്രവർത്തനങ്ങൾ, ഹിന്ദു മുസ്ലിം ഐക്യപ്രചരണം എന്നിവയും ഇതിൻ്റെ ഭാഗമായിരുന്നു. തുടർന്നുള്ള വർഷങ്ങളിലും ജാനുവരി 26 സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിച്ചു വന്നു. ഇതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് സ്വാതന്ത്ര്യദിനാനന്തരം ലാസ്റ്റ് ജാനുവരി 26 റിപ്പബ്ലിക് ദിനമായിട്ട് ഇപ്പം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ ലാഹോർ സമ്മേളനം വരെയാണ് പറഞ്ഞു നിർത്തിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒരിക്കലും നിങ്ങളിത് പഠിക്കാതെ പോകരുത്. കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് PSC ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുഞ്ഞു പോർഷൻസായിട്ട് ഡെയിലി പഠിച്ചു തീർക്കുക. അപ്പം എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.